ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു ഷിബിലി ടി കെ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് ശേഷം മുതൽ രാത്രി വരെയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയ്ക്ക് വന്ന് ചായ ഒക്കെ ഉണ്ടാക്കിട്ടോ. അപ്പോൾ ഇന്നത്തെ കടി എന്താണെന്ന് വെച്ചാൽ ഞാൻ കൽത്തപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാവ് കൂട്ടി വെച്ചിരുന്നു കേട്ടോ. കുറച്ച് പച്ചരി ആദ്യം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, പിന്നെ കുറച്ച് ശർക്കര മെൽട്ടാക്കിയിട്ട് അതിലേക്കൊന്ന് ഒഴിച്ച് കൊടുത്തു. പിന്നെ ഒരു ഇത്തിരി ചോറും അതിൽ അരച്ച് കൂട്ടിയിരുന്നു. പിന്നെ അത് ഉണ്ടാക്കാൻ നേരത്ത് കുറച്ച് വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും വേപ്പിലയും കൂടി ഒന്ന് ചൂടാക്കി എടുത്തിരുന്നു. അതൊന്ന് ഒഴിച്ച് കൊടുത്തു. പിന്നെ 2 ഏലക്കായ ഇട്ടിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തതിന് കാണാൻ ശ്രമിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ലൈക്കും കൂടി കൊടുക്കണം കേട്ടോ. കൂടാതെ കഴിയുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മാവ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി ഗ്യാസുമ്മേ കുക്കർ വെച്ചിട്ടുണ്ട്. അപ്പോൾ കുക്കറിൻ്റെ വിസിലൊന്ന് ഊരി വെച്ചു കേട്ടോ. കുക്കർ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ ചെറിയുള്ളിയും വേപ്പിലയും കൂടി മൂപ്പിച്ചെടുത്ത് ആ വെളിച്ചെണ്ണ തന്നെ ഞാൻ കുക്കറിലോട്ട് ഒഴിച്ച് നല്ലോണം ഒന്നുണ്ട് കുക്കറിൻ്റെ സൈഡിലേക്കൊക്കെ ഒന്ന് ആക്കി കൊടുത്ത് നമ്മളെ മാവ് കുറച്ചുകൊണ്ട് ഒഴിച്ച് കൊടുത്തു കേട്ടോ. ഇങ്ങനെ മാവ് ഒഴിക്കുമ്പോൾ കുക്കർ നല്ലോണം ചൂടാകണേ, എന്നാലേ നമ്മളെ കൽത്തപ്പം റെഡി ആവുള്ളൂ. എന്നിട്ട് പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കണേ. ഇനി ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും ഞാൻ പുറത്ത് അയൽമ ഡ്രസ്സുകളൊക്കെ ഉണക്കാനിട്ടിരുന്നു, അതൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണേ. അങ്ങനെ 15 മിനിറ്റ് കഴിഞ്ഞ് വന്നതിന് ശേഷം നോക്കിയപ്പോഴേക്കും നമ്മൾ കൽത്തപ്പം റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുട്ടികൾ വരുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കണ്ടേ, അപ്പം ഒന്ന് ഇതാണ് ഉണ്ടാക്കിയത്. അങ്ങനെ 2-3 ഉണ്ടാക്കിയിട്ടാ, 3 കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി. അങ്ങനെ കൽത്തപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ, നല്ല ഉഷാറായി കിട്ടി. അപ്പോഴേക്കും ഇതാ ഒന്ന് മുറിക്കാൻ വേണ്ടി നോക്കിയതാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സോഫ്റ്റായിട്ട് തന്നെ ഉണ്ട്. എന്നാൽ കുറച്ച് നേരം ഇരിക്കട്ടെ എന്ന് വെച്ചപ്പോഴേക്കും നമ്മൾ സ്വത്തുമണികൾ സ്കൂളിൽ നിന്നും എത്തി കേട്ടോ. സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് 2 പേർക്കും നല്ല വിശപ്പായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് അവർക്ക് തിന്നാൻ വേണം. അപ്പോൾ ഞാനും തന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒപ്പിക്കൂട്ടോ. അങ്ങനെ 2 പേരും എത്തി സലാം പറഞ്ഞു കയറുകയാണേ. അങ്ങനെ അവരെത്തി കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ചായയൊക്കെ കുടിച്ചു. ഞാൻ പിന്നെ മുറ്റത്തേക്കൊന്ന് ഇറങ്ങാണ് കേട്ടോ. ഞാൻ വൈകുന്നേരം സമയത്ത് പണിയൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മുറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് ഞാനിങ്ങനെ നോക്കൂട്ടോ. പിന്നെ നമ്മൾ ഷിബിലി മോൻ്റെ മീനൊക്കെ ഒന്ന് നോക്കൂട്ടോ. അങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് കുറച്ച് മീൻ ചത്ത് കണ്ടിട്ടോ. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ ചോദിക്കുകയാണ് മീൻ എന്താ എങ്ങനെ ചത്തു എന്നൊക്കെ. അപ്പോൾ അതങ്ങനെ പറയായിരുന്നു കേട്ടോ. മീൻ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ അക്വാറിയത്തിൽ. അവനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം മാറ്റുകയും ചെയ്യും, പക്ഷേ എന്തോ കാരണം കൊണ്ട് ഇങ്ങനെ ചത്തു പോയി ഇടയ്ക്കിടെ. അങ്ങനെ ഇന്ന് വൈകുന്നേരം മുറ്റത്ത് ഓരോരോ ചെറിയ ചെറിയ പണികളൊക്കെ തട്ടിമുട്ടി അങ്ങനെ വൈകുന്നേരമായിട്ടാണ്. പിന്നെ മഗ്‌രിബിന് ശേഷം കുട്ടികൾ പഠിക്കുകയാണേ. അങ്ങനെ അവരുടെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഭക്ഷണം വിളമ്പാൻ വേണ്ടിയിട്ട് അടുക്കളയ്ക്ക് വരേണ്ട ചോറും മീൻ കറിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പിന്നെ അവർ പറഞ്ഞ് പപ്പടം വേണമെന്ന് പറഞ്ഞപ്പോൾ പപ്പടം പൊരിക്കുകയാണേ. അങ്ങനെ വന്നതിന് ശേഷം ഞങ്ങളും ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കുഞ്ഞു അടുക്കളയിലെ കുഞ്ഞു വിശേഷങ്ങൾ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.